ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വന്നിരിക്കുകയാണ് പുതിയ കളികൾ പഠിപ്പിക്കാനും. സ്വന്തമായിട്ട് ഒരു എനിക്ക് മനസ്സിലായിരുന്നു, പിന്നൊന്ന് ചോദിച്ചാ കൺഫേം ആക്കാൻ. പുതിയ കളികൾ പഠിപ്പിക്കാൻ, പുതിയ ബൈക്ക്, പുതിയ ടെസ്റ്റിംഗ്, പഠിക്കാനും കളിപ്പിക്കാനും എല്ലാം കൂടെ പോയി. എന്നിട്ട് അത് ഒത്തില്ലേ അത് പറഞ്ഞു തരാം. പിടിക്കോ ഞാൻ ഇത്തവണത്തെ ഏറ്റവും വലിയ ചേഞ്ച് നമ്മള് ട്രാൻസ്പോർട്ടേഷൻ അപ്ഗ്രേഡ് ചെയ്തതാണ്. നമുക്ക് ശേഷമാണ് മീൻസ് ലൈക്ക് പണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഒരു വിന്റർ ഒക്കെ ആയതിനു ശേഷം നമ്മൾ കുറച്ച് ഈ സീസണിൽ ഒരെണ്ണം ആക്ച്വലി മറ്റേത് ആൻഫീൽഡ് ചെയ്തായിരുന്നു അതിന്റെ ഇടയിലല്ലേ. ഞാൻ എന്റെ പുതിയ ബൈക്കില് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ബൈക്ക് എടുത്തിട്ട് 10 ദിവസമായി. ബൈക്ക് എപ്പോൾ എടുത്ത? നമ്മൾ ഫെബിലാണ് എടുത്തത്. നമ്മളൊരു എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നു. എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് ഒരു വഴിക്കായി. പിന്നെ പണി അറിയാവുന്ന പണിക്കാരെ കൊണ്ട് നമ്മള് സെറ്റ് ചെയ്യിപ്പിച്ച് അവസാനം വണ്ടി ഇറങ്ങി, ട്രാക്കിൽ ഇറങ്ങി. അവസാനം നമ്മൾ വണ്ടി ഇറക്കി. അതൊരു വലിയ കഥയാണ്. സ്ക്രൂട്ടണി ഇതുവരെ സ്ക്രൂട്ടണി ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ പോയിട്ടില്ലല്ലോ. അല്ല പുള്ളി ചെയ്തില്ല. കൊണ്ടുപോയില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഓ എടാ ഹെൽമെറ്റോ ഇതിന് മറ്റേ സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ല കേട്ടോ, ഓടിക്കഴിഞ്ഞാൽ കിട്ടാൻ. ആണോ? അതെ സ്ക്രൂട്ടണി കഴിഞ്ഞ ആഴ്ച സാധനം. I was wondering, is this cold for me? Yeah. I guess it's cold. I normally don't get cold in the week like I love zero. I don't get cold in this. Like freezing. It's really cold in here. Yeah. That wind is just Yeah. moist. ചേച്ചി ചെയ്തി കയറ്റാ ഞാൻ നോക്കുന്നത്. എന്താ പറഞ്ഞേ? നല്ല ബൈക്കാ ഇത്. ഞാൻ ഇറങ്ങുന്നത് ഹയോസങ് 250. കാരണം 250 ക്ലബ് റേസിംഗിൽ ഞാൻ ഇവിടെ റേസ് ചെയ്യുന്നു. അവൻ ഈ വർഷം റേസ് ചെയ്യാണ് വേറൊരു ടീമിന് വേണ്ടി. അപ്പം ആ ടീമിന് വേണ്ടി അവർ 250 കാറ്റഗറിയിൽ ഇറങ്ങുന്നത്. അവർ ഹയോസങ് ബൈക്സ് ആണ്. അപ്പം ആ കാറ്റഗറിയിലാണ് അവരുടെ ബൈക്കാണ് ഞാൻ ഓടിക്കുന്നത്. സാധാരണ 300 ആണ്. അല്ലാതെ ഞാൻ സാധാരണ റേസ് പ്രെപ്പ് R3 ഉണ്ട്. പിന്നെ വേറൊരു സംഭവം, എവന്റെ ഓൺ ബോർഡ് വീഡിയോ കിട്ടി. എന്റെ ഓൺ ബോർഡ് കിട്ടിയില്ല. കാർഡ് അടിച്ചു, ഞാൻ അറിഞ്ഞില്ല. എങ്ങനെയുണ്ട് മോനെ ഹൈസങ്? നല്ല പാടുണ്ട്. ഞാൻ വിചാരിച്ച് വന്ന് ചാമ്പ്യനായിട്ട് പോകാമെന്ന്. വെയിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തടി ഉറക്കി. അതാണേ എൻ്റെ കൂടെ റേസ് ചെയ്യുന്ന ടീം മെമ്പറിന് 50 കിലോ ഉണ്ട്. നിനക്കോ? 26 കിലോമീറ്റർ
അല്ല പ്ലസ് നീ അവിടെ എത്തിയിട്ടാ ബോഡി പുറത്തിടുന്നത്. നീ ബോഡി പൊസിഷൻ സെറ്റ് ചെയ്തല്ല വരുന്നത്. നീ അങ്ങ് അറ്റം എത്തിയിട്ടാ മാറുന്നത്. എന്നുവെച്ചാൽ ക്യാമറ മാറും. എനിക്ക് ഭയങ്കര ഹെക്ടിക് ആയിരുന്നു ഫസ്റ്റ് ടൈം ആഫ്റ്റർ എ ലോങ് ടൈം. ഞാൻ ലാസ്റ്റ് ട്രാക്കിൽ പോയത് ജാൻ. പിന്നെ ഞാൻ ഒരു ബ്രേക്ക് എടുത്തു, എന്നിട്ട് ബൈക്ക് മാറി. അങ്ങനെ ട്രാൻസിഷൻ നടന്നായിരുന്നു. ലൈക്ക് 600 to 1000 നിതിൻ ബ്രോ ട്രാൻസിഷൻ ആയപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ചലഞ്ചസ് എന്തൊക്കെയാന്ന് പണ്ട് കേട്ടറിവുണ്ടായിരുന്നു, ഇപ്പൊ കണ്ടറിഞ്ഞു. മറ്റേ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും എന്ന് പറഞ്ഞ പോലെ 600 വായിന്ന് പദമൊന്നും കിടക്കുന്ന ഫോട്ടോ എൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അതിലിങ്ങനെ നല്ല ചൂട് ഞാനേ അവിടെ വന്നിട്ട് ടയർ ഓർമർ ഒന്നിടാവോ, സ്റ്റാറ്റിക് കയറ്റി വെക്കാവോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇതാ ഉഷാറാവും. വീണ്ടും മറ്റേ ഇതാ. പക്ഷെ ആക്ച്വലി ഞാൻ അന്ന് ഹോൾ ഡേ ഫുൾ മറ്റേ ഇവിടെ നിന്ന് ഇതുവരെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഫുൾ ടൈം ഓടിച്ചിട്ട് വരുമ്പോൾ. ആ ഒരു ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ ഞാൻ 300 നിന്ന് 250 ഓടിച്ചത്. എനിക്കത് വലിയ ഒന്നുമില്ല. ഒരു ആക്ച്വലി ഒരു ഡൗൺ ഗ്രേഡിങ് എന്നൊക്കെ പറയാം. പേസ് എനിക്ക് ഓക്കെയാണ്. പക്ഷേ 600 to 1000 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ആണ്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് മെയിനായിട്ട് നിങ്ങൾക്ക് തോന്നിയത്? ലൈക്ക് 600 നിന്ന് 1000 പോയപ്പോൾ? അതെ. അപ്പം 600 നിന്ന് 1000 പോയപ്പം ആദ്യം ഞാൻ നോട്ടീസ് ചെയ്തത് ആക്സിലറേഷൻ ആണ്. 600 ഞാൻ മറ്റേ കോർണറിൽ കഴിഞ്ഞ് ഇങ്ങനെ ഫുൾ ത്രോട്ടിലൊക്കെ കൊടുക്കും ചില സമയത്ത്. അപ്പം പോവും. ഇതില് ഫുള്ള് കൊടുക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് എവറിത്തിങ് ഹാപ്പൻസ് ഫാസ്റ്റർ. കോർണർ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലോട്ട് വരും. ബ്രേക്കിംഗ് മറ്റേനേക്കാട്ടിലും ലൈക്ക് 600 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഹാർഡായിട്ട്. അപ്പം നമുക്ക് കൈയൊക്കെ വേനിക്കുന്ന. ഞാൻ അപ്പം തൈസ് വെച്ച് ഇച്ചിരി കൂടെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ മോർ ദൻ ദ ആക്സലറേഷൻ ഇത് ക്വിക്ക് ഡയറക്ഷൻ ചേഞ്ചസ് ആയിരുന്നു ഏറ്റവും. ലൈക്ക് ഷിക്കേൻസ് വരും. ഇറ്റ്സ് മോർ ഫിസിക്കൽ. ലൈക്ക് നമ്മളിപ്പോൾ പോകുന്ന ട്രാക്കിൽ സെക്കൻഡ് ആൻഡ് തേർഡ് കോർണർ അത് വന്നിട്ട് നമ്മൾ ഒരു ഫ്ലാറ്റ് സർഫസിൽ വന്ന് സെക്കൻഡ് കോർണർ ഈസ് റൈറ്റ് ഹാൻഡർ. ദെൻ നമ്മളൊരു അപ്പിലാണ് പോകുന്നത്. എന്നിട്ട് ട്രാക്ക് ഫ്ലാറ്റ് ആവും. തേർഡ് കോർണർ ഫ്ലാറ്റ് ആവും. നന്നായിട്ട് എനിക്കറിയാം. അത് എത്രത്തോളം ഓഫ് ക്യാമറ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അവരൊന്ന് ടെസ്റ്റ് ചെയ്തേ. എടാ 69 ഉണ്ട്. 69 ഉണ്ട്. 69 ഉണ്ട്. എന്താണ് പറയുന്നത്? ട്രാക്ക് ഡേന്റെ ഇടയിലും കുടുംബശ്രീ നടത്തുന്ന പിന്നെ 1000 ആദ്യം ട്രാക്കിൽ ഓടിക്കണം. അപ്പൊ അതിന്റെ വെയിറ്റ് ഉണ്ട്. പിന്നെ ഇത് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവണം. എന്നിട്ട് എന്റെ ഫ്രണ്ടിൽ ഓരോരുത്തമ്മ ഇങ്ങനെ പോയി. ഇതൊന്നും ഞാൻ പഠിച്ചോട്ടെ നീ 10R അല്ല ZX-10 10R ഓടിക്കുന്നത്. അമർ ഏത് ബൈക്ക് ഓടിക്കുന്നത് മറന്നില്ല. 250cc ക്ലാസ്സിൽ ഞാൻ 250cc റേസ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്രാവശ്യം. അതുകൊണ്ട് 250cc റേസർ
പ്രാക്ടീസ് നടക്കല്ലേ, പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കും. ട്രാക്ക് ഡേയ്സ്. അടുത്ത മാസം സെപ്റ്റംബർ 14 ഫസ്റ്റ് റേസ്. ഇനി ഇത് ലാസ്റ്റ് ഒരു മാസമേ ഉള്ളൂ. ഒരു മാസം കൂടെ ഉള്ളു. ആ റേസ് ഡേയുടെ തൊട്ട് മുന്നേ ഒരു ട്രാക്ക് ടൈം കൂടെ ഉണ്ട്. അത്രേ ഉള്ളൂ. നാടകെടുത്തു നീ പഠിക്കാനാണ് ഇന്ന് പഠിക്കണം. നിന്റെ കൂടെ റേസ് ചെയ്യുന്ന പെങ്കൊച്ചിനെ കണ്ടായിരുന്നു. അവളെ ഞാൻ തോപ്പിക്കുമ്പോൾ അവർക്ക് സങ്കടവും പിന്നെ അവള് അറിയില്ല. ഞാൻ പറയണം ഞാനിപ്പോ ഈ ബൈക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. സുരേഷ്കുമ്പ് ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞില്ല, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ചൈനക്കാരി, എനിക്ക് ചൈനീസ് പറയത്തില്ല, അവർക്ക് ഞങ്ങൾ നന്നായിട്ട് വരനെ ആവശ്യമുണ്ട്. ഓ മറ്റേ പട്ടാളത്തില് ആയിരുന്നു. ഞങ്ങൾ നന്നായിട്ട് പോയിട്ടുണ്ട്. മനസ്സ് ഭാഷ പഠിച്ചതിന് ശേഷം അതേ ഗെയിമാണ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേർക്കൊന്നും മനസ്സിലാക്കി. ഞാൻ ഫ്രണ്ട് പെയിൻ അടിച്ചു. ഞാൻ തന്ന് കാണിച്ചു തരാം. നിങ്ങള് സ്യൂട്ട് വെച്ചാ ഞാൻ ട്രാക്കിൽ ഇപ്പൊ മനസ്സിലാക്കുന്നത്. 2 years ago. Oh, yeah? The town 3. ഇത് കട്ട് ചെയ്യാം.
എന്തായി എന്ത് വെച്ചു? ഞാൻ എൻ്റെ ബാക്ക് വീല് പോയി തെന്നി. അപ്പൊ ഞാൻ ക്രാഷ് ആയല്ലോ. ഞാൻ നോക്കിയപ്പോ ഞാൻ താഴെ വീണിട്ട് ബാക്കിലോട്ട് നോക്കി, ഈ പുള്ളി ക്രാഷ് ആയി. പുള്ളിയുടെ വണ്ടി നേരെ വന്നു. ഞാനിങ്ങനെ ഒക്കൊണ്ടിരിക്കുമല്ലേ, വണ്ടി കറക്റ്റ് നേരെ ഒന്ന് ഒറ്റ ഇടി ഇവിടെ ഇവിടെ. ഞാൻ 600 നല്ല വേദനയുണ്ട്. ഒടിഞ്ഞില്ലെന്നാ തോന്നുന്നു. എന്റെ വീടിന്റെ പുറകെ കള്ളം പത്തി എന്തിനാ വീണെന്ന് എനിക്ക് മനസ്സിലാവും. നീ വീഴുന്നപ്പോഴത്തേക്ക് പുള്ളിക്ക് അയാൾ ബ്രേക്ക് പിടിച്ചു. അയാൾ അത് കണ്ട് ബ്രേക്ക് പിടിച്ചു. ടാർഗറ്റ് ഫ്രണ്ട് പോകുന്നത് ഞാൻ കണ്ടു. ടാർഗറ്റ് ഫിക്സ് ചെയ്തേ. വെക്കട്ടെ. കഴിഞ്ഞോ ഇന്നത്തെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇന്നത്തെ യുദ്ധകളം. അതാണ് ഇന്നത്തെ യുദ്ധമൊക്കെ കഴിഞ്ഞു. സെറ്റ് ചെയ്ത് ഇന്നത്തെ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഗോപ്രോ മാത്രം ഓടായില്ല. 68 നമ്പർ. ഓക്കെ 68+1. ബേസിക്കലി ഇതായിരുന്നു ട്രാക്ക് ഡേ. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇതായിരുന്നു. പിന്നെ ഇനി കൂടുതൽ ഇനി ഒരെണ്ണം സെപ്റ്റംബറിലുണ്ട്. എനിക്ക് അതിന് സ്ലോട്ട് കിട്ടിയിട്ടില്ല. അതിന്റെ വിഷമത്തിലായിരിക്കും അവിടെ. അപ്പം ഇനി കുറച്ചധികം വരും, കാരണം ഇവിടെ സീസണായി. ഇനിയിപ്പോൾ അങ്ങോട്ട് സമ്മർ ആവും. പിന്നെ റേസ് സീസൺസ് സ്റ്റാർട്ട് ചെയ്യും. റേസ് ചെയ്ത് തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാക്ക് ഡേയ്സ്. ആക്ച്വലി ഞങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചല്ല, ട്രാക്കിൽ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നമ്മളെ ആക്ച്വലി അടുത്ത വീഡിയോ നമുക്ക് ട്രാക്ക് ചെയ്യാം. കാരണം ഒന്നാമത് എനിക്ക് ഭയങ്കര ഹെക്ടിക് ആയിരുന്നു. ബിക്കോസ് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് ഇത് ശ്രദ്ധിക്കാനുള്ള ഒരു, ഞാൻ വിചാരിച്ച് ചെയ്യാൻ പറ്റുമെന്ന്, പക്ഷെ പറ്റില്ല. എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ട്രാക്കാണ്. അപ്പം നമുക്കത് നമ്മളൊന്ന് യൂസ് ടു ആവുന്നിടം വരെ കുറച്ച് പാടാണ്. പിന്നെ ഞങ്ങൾക്ക് ക്യാമറ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് അടുത്തതിന് പിടിക്കാം. അടുത്തതിന് ക്യാമറമാനെ ഞാൻ തലേ ദിവസം വീട്ടിൽ വരുത്തും. ചാത്തന്മാരെ കൊണ്ട് വരുത്തിക്കുക അവരെ. നമുക്കൊരു വീഡിയോ ഇങ്ങനെ ചെയ്യണം ഫുള്ള്, ലൈക്ക് എങ്ങനെയാണ് ട്രാക്ക്
എന്തെങ്കിലും പ്രിപ്പ് ചെയ്യുന്നതെന്നോ അത് കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്ട്സ് ഇൻസൈഡ് ദ ബോക്സ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എന്തൊക്കെ ഒരു ട്രാക്ക് ഡേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ കാണിക്കാമേ. എന്തൊക്കെയാണ് നമ്മൾ യൂസ് Goodies. യെസ്. നിങ്ങളുടെ ചെക്ക് ലിസ്റ്റ് എന്തെങ്കിലും അതെ, ചെക്ക് ലിസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് അത് നൈസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പയ്യെ വൈൻഡപ്പ് ഇന്നത്തെ ചെയ്താൽ. കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. അതെ, ട്രാക്ക് ഡേ ഒക്കെ പൊളിയായിരുന്നു. ട്രാക്ക് ഡേ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറയാ, ഇനി പ്രോപ്പറായിട്ട് ട്രാക്ക് ഡേ വീഡിയോ കാണിക്കാം. നമുക്ക് 2 സീരീസ് ആയിട്ട് സെറ്റ് ചെയ്ത് പോകാം. യെസ്. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറഞ്ഞ സംഭവങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ പോവാം. അടുത്ത വീഡിയോ കാണാം.